Good evening. Welcome to the debate. വീണ്ടും ഗവർണറും സർക്കാരും നേർക്കുനേർ. 6 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് 2-അംഗ സെർച്ച് കമ്മിറ്റിയെ തീരുമാനിച്ച് വിജ്ഞാപനമിറക്കി ചാൻസലർ കൂടിയായ ഗവർണർ. സർവകലാശാല പ്രതിനിധിയെ അയക്കാൻ UGC റെഗുലേഷന്റെ ചട്ടം അനുവദിക്കുന്നില്ല എന്നതാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രാഷ്ട്രപതി തടഞ്ഞ പുതിയ നിയമപ്രകാരമേ നിയമനം നടത്തൂ എന്ന നിലപാടിലാണ് സർക്കാർ. സർവകലാശാലകൾ വീണ്ടും ചാൻസലറായ ഗവർണർക്കെതിരെ കോടതി കയറുമോ? ചോദ്യം ഇതാണ്. നീക്കം കാവി അണിയിക്കാനും. സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ VC നിർണയ സമിതികൾ രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം. അതത് സർവകലാശാലകൾ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കും. കാവ്യവൽക്കരണ ശ്രമങ്ങളെ നിയമപരമായി പ്രതിരോധിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിലൂടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ നിയമപരമായിട്ടുള്ള സാധുത പരിശോധിക്കും. കാലത്തിന് അനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളിലേക്ക് നാം കുതിക്കുകയാണ്. അതിന് സഹായകരമായ രീതിയിലാണ് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിനുള്ള നിയമസഭയുടെ അവകാശത്തെ കളിയാക്കി ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചാൻസലർ ഈ പ്രവർത്തനത്തിലൂടെ നടത്തിയത്. That they were under instruction not to send their representative. So if they are not doing their duty, that should not stop me from doing my duty. I have constituted the committee. I am not going to speculate. I have done my duty. സർവകലാശാല VC ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന പദവികളിൽ നിയമനം നടത്തുന്നതിൽ നിർണായക സ്വാധീനമുള്ള ചാൻസലറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. VC നിർണയ സമിതി രൂപീകരണത്തിലൂടെ ഗവർണർ സർക്കാരിനെതിരെ വീണ്ടും പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. നേരത്തെ കോടതി കയറിയ വിഷയത്തിൽ ഗവർണർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നാണ് സർക്കാർ നിലപാട്. VC നിർണയത്തിൽ ചാൻസലറുടെ അധികാരം കുറച്ച് നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിലായതിനാൽ ഗവർണർക്കെതിരെ സർക്കാർ വീണ്ടും കോടതി കയറും. इन्होंने ये काले संघी चांसलर वगैरह वगैरह वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस. കണ്ണൂർ VC-യായി ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കുന്ന ഘട്ടത്തിലായിരുന്നു പല തലങ്ങളിൽ വ്യാപിച്ചിരുന്ന സർക്കാർ ഗവർണർ പോര് സർവകലാശാലകളിലേക്ക് എത്തുന്നത്. താൻ ഒപ്പിട്ട നിയമനത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പരസ്യ നിലപാടെടുത്തു. നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായെന്നും ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും ചാൻസലർ സ്ഥാനത്ത് തുടരാൻ താൽപര്യമില്ല എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാടെടുത്തു. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനത്തിനായി ഇടപെട്ടെന്നും ഗവർണർ ആരോപിച്ചു. Honorable Chief Minister himself came to my office and he said that Kannur is my home district. I said let the process be complete. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം ഹൈക്കോടതി ശരിവെക്കുകയും ലോകായുക്ത R. ബിന്ദുവിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തത് സർക്കാരിന് ആശ്വാസമായി. പിന്നീട് അങ്ങോട്ട് സർക്കാരും ഗവർണറും തമ്മിൽ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം വാക്പോര് തുടങ്ങി. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായുള്ള ഡോക്ടർ രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതായിരുന്നു ഗവർണർക്ക് കിട്ടിയ അടുത്ത പിടിവള്ളി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ 8 സർവകലാശാലകളിലെ VC-മാരോട് ഗവർണർ രാജി ആവശ്യപ്പെട്ടു. ഇതോടെ സംയമനം വെടിഞ്ഞ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചു. RSSന്റെ ദണ്ഡും ഏറ്റെടുത്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്നുവെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. എന്ത് കാര്യവും വിളിച്ചു പറയാനുള്ളൊരു സ്ഥാനമാണ് അത് എന്ന് അദ്ദേഹം കരുതരുത്. ഗവർണർക്കെതിരെ VC-മാർ ഹൈക്കോടതിയെ സമീപിച്ചു. VC-മാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. ചാൻസലറുടെ അന്തിമ ഉത്തരവ് വരെ തുടരാം. രാജി ആവശ്യപ്പെട്ടത് ശരിയായില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. 20 മണിക്കൂറിനകം VC-മാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ നിലപാട് മയപ്പെടുത്തി. ഒരു VC-യെയും പുറത്താക്കിയിട്ടില്ലെന്നും വിശദീകരണം ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗവർണർ വ്യക്തമാക്കി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടി. കലാമണ്ഡലം സർവകലാശാല VC ചാൻസലറായ ഗവർണർക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതും കേരളത്തിൽ ആദ്യമായായിരുന്നു. ഗവർണറുമായുള്ള തർക്കം തുടരുന്നതിനിടെയാണ് VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതി
സർവകലാശാല നിയമത്തിൽ വരുത്താൻ സർക്കാർ തീരുമാനിച്ചത്. അതിനിടെ കേരള സർവകലാശാലയിലേക്ക് ABVP പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാനത്തിലുടനീളം SFI പ്രതിഷേധം നടന്നു. SFIക്കാരെ ക്രിമിനലുകളെന്ന് വിളിച്ച ഗവർണർ തെരുവിൽ പോരിന് നേരിട്ടിറങ്ങി. മുഖ്യമന്ത്രിയാണ് SFIക്കാരെ തനിക്കെതിരെ പറഞ്ഞുവിട്ടതെന്നും ഗവർണർ ആരോപിച്ചു. ഹൈക്കോടതി ഗവർണറുടെ തീരുമാനം റദ്ദാക്കിയതോടെയാണ് പ്രതിഷേധങ്ങൾ ഒതുങ്ങിയത്. ഈ വർഷം മാർച്ചിൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കി ഗവർണർ വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. നിയമനത്തിൽ UGC ചട്ടവും നിയമവും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. വിഷയം വീണ്ടും കോടതി കയറി. VC നിർണയ സമിതികൾ രൂപീകരിച്ചതിലൂടെ ഗവർണർ പദവിയിൽ നിന്ന് കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സർക്കാരിനെതിരെ പുതിയ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ഗവർണർ. വിഷയത്തിൽ നിയമ പോരാട്ടത്തിന്റെ വഴി തേടുമെന്ന് സർക്കാരും വ്യക്തമാക്കുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. കേരള സാങ്കേതിക സർവകലാശാലയിൽ ഉദാഹരണത്തിന് 3 അംഗ സമിതിയാണ് നിലവിലുള്ളത്. ചാൻസലർ നോമിനിയായി കഴിഞ്ഞു. UGC പ്രതിനിധി സ്വാഭാവികമായും വരും. സർവകലാശാല നോമിനിയെ നൽകുമോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനുവേണ്ടിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ കാത്തിരിക്കുന്നത്. 3 അംഗ സമിതിയിൽ 2 പേരെ തീരുമാനിച്ചാണ് ഗവർണർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിനു ശേഷം ഇനി സർവകലാശാല 3ാമത്തെ നോമിനിയെ അയക്കണം. എന്നാൽ സർവകലാശാല സ്വീകരിക്കുന്ന നിലപാട് നിലവിൽ അത് 2018 UGC റെഗുലേഷന് വിരുദ്ധമാണ് എന്നാണ്. അതേസമയം ഈ UGC റെഗുലേഷന് അനുസരിച്ച് സർക്കാർ ഒരു നിയമം പാസാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പാസാക്കിയ ബില്ലിൽ പറയുന്നത് റദ്ദാക്കിയ ബിൽ അനുസരിച്ച് 5 അംഗ സമിതിയായിരുന്നു VCയെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതിന്റെ ഘടന ഇങ്ങനെയായിരുന്നു: UGCയുടെ ഒരു പ്രതിനിധി, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഒരു പ്രതിനിധി, സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി, 2 സർക്കാർ പ്രതിനിധികൾ. സർക്കാരിന്റെ വാദം 3 മുതൽ 5 വരെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനൽ രൂപീകരിക്കുന്നു. ആ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ നോമിനി വേണം അഥവാ ചാൻസലർ നോമിനി വേണം എന്നെങ്ങും ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പുതുക്കിയ നിയമപ്രകാരം അത് UGC റെഗുലേഷന് അനുകൂലമായ UGC റെഗുലേഷൻ കൃത്യമായി അനുസരിക്കുന്ന ഒരു ബില്ലാണ് എന്നതാണ് സർക്കാരിൻ്റെ വാദം. സർക്കാരിന് മുന്നിലുള്ള വഴികൾ ഇനി വളരെ കുറവാണ്. ഗവർണറുടെ കാലാവധി കഴിയുന്നതുവരെ സർക്കാർ ഇതിനെ നിയമപരമായി ചുരുക്കാം, നിയമന പ്രക്രിയകൾ നടക്കുന്നുവെന്ന് പറഞ്ഞു വൈകിപ്പിക്കാം. അതേസമയം ഗവർണറുടെ നീക്കം UGC റെഗുലേഷന് വിരുദ്ധമാണെന്ന വാദവും പറയാം. നമ്മൾക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. നമുക്കൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, CPM പ്രതിനിധി VPP മുസ്തഫ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഞാൻ VPP മുസ്തഫയിലേക്ക് പോകുന്നു. VPP മുസ്തഫ, ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാ താൻ തൻ്റെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 6 സർവകലാശാലകളിൽ VCമാരില്ല. ആ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ തീരുമാനിക്കുന്നതിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് സർവകലാശാലയാണ്. സർവകലാശാല ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കോടതിയിൽ പോകും സ്വാഭാവികമായി. അപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി സർക്കാരോ അതല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയോ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് 6 സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസ ഭാവി ഇപ്പോൾ ശരിക്കും അവതാളത്തിലാവുകയല്ലേ? ഗവർണർ പറയുന്നത് പ്രകാരം എന്താണ് ഡ്യൂട്ടി ചെയ്യാൻ ഒരു മടി സർവകലാശാലയ്ക്ക്? ഇവിടെ വളരെ പ്രകടവും വളരെ വ്യക്തവുമായിട്ടുള്ളൊരു കാര്യം എന്താ, മോഡി സർക്കാരിന് കീഴിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എല്ലാ മേഖലകളിലേക്കും RSSന്റെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ആ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ നിയമിച്ചത് തൊട്ടിങ്ങോട്ട് നടത്തി വരികയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ വസ്തുതയാണ്. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണാത്മകമായി മാറ്റിയെടുക്കാൻ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും എന്തെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ഒരു സംഭാവനയോ അത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി നിർവഹണവുമാണോ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നിർവഹിക്കുന്നത് എന്നുള്ള തോന്നൽ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? കാരണം എന്താ, നിങ്ങളുടെ റിസർച്ച് ഡെസ്ക് തന്നെ ഇപ്പോ ഈ ഡിസ്കഷന്റെ ഭാഗമായി, ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ഒരു ചരിത്രം അല്പസമയം കൊണ്ട് വിവരിച്ചല്ലോ. അതിലെവിടെയെങ്കിലും ഗവർണർ എന്നുള്ള, ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാലാവധിക്കിടയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണപരമായ മാറ്റത്തിനു വേണ്ടി അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമം നടത്തിയതായിട്ട്, അങ്ങനെ ഒരു ഡ്യൂട്ടി നിർവഹിച്ചതായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ആ വിവരണത്തിൽ മുഴുവൻ ഉള്ളത് എന്താ?
സെനറ്റിലേക്ക് ABVP-ക്കാരെ തിരികെ കയറ്റുക, അത് കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ തിരികെ കയറ്റുക. വൈസ് ചാൻസലർ തസ്തികയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തികളെ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുക. ഇതല്ലാതെ മറ്റെന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ശരി, സമ്മതിച്ചു. പക്ഷേ നിലവിൽ ഈ ഗവർണർക്ക് ഒക്ടോബർ വരെ കാലാവധി ഉണ്ടാവുന്നു. ആ കാലാവധിക്ക് ശേഷവും ഇതേ ഗവർണർ തന്നെയാണ് തുടരുന്നതെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിര VC വേണ്ട എന്നതാണോ സർക്കാരിന്റെ നിലപാട്? അല്ലല്ലോ. അവിടെ രാഷ്ട്രീയ സങ്കുചിതത്വം ഇല്ലെങ്കിൽ, രാഷ്ട്രീയമായിട്ടുള്ള മഞ്ഞക്കണ്ണട ഇല്ലെങ്കിൽ, ജനാധിപത്യപരമായിട്ട് അതിന്റെ മുകളിലാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഗവർണറും ഈ ഗവർണറെ നിയമിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടെന്താ? പറയുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് ചോദിക്കും, നിങ്ങൾ ഇതുവരെ നിയമനം നടത്തിക്കൊണ്ടിരുന്നത് അതേ കണ്ണട ഉപയോഗിച്ചുകൊണ്ടല്ലേ? നിങ്ങൾ നോക്ക്, ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാന്യത കൽപ്പിച്ച് അതിനെ ഫലപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്താ? കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ നിയമങ്ങൾ, സർവകലാശാല ചട്ടങ്ങൾ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമം പാസാക്കിയിട്ടുണ്ട്. എത്ര വർഷമായി? 1 വർഷത്തിലേറെ സമയമായി. അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഇപ്പോൾ നിങ്ങളുടെ അംഗീകാരം നൽകിയാൽ ആ നിയമം മരിച്ചുപോയി, ആ ബില്ല് മരിച്ചുപോയി, അത് പ്രസിഡന്റിന്റെ കയ്യിൽ അത് മരവിച്ചുപോയി. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ എന്താ? നിലവിലുള്ള പഴയ നിയമമാണ് ഉള്ളത്. ആ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ആ നീക്കത്തെ ഇനി നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും ഇതേ നിയമം നിർമ്മിക്കുമോ? വീണ്ടും ഇതേപോലെ ഗവർണർ പ്രസിഡന്റിന് വിടും, വീണ്ടും പ്രസിഡന്റ് എടുത്തു പോകും, നിയമം മരവിക്കും. അപ്പോൾ ഈ 6 സർവകലാശാലകളിലും VC സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കണോ? 14 സർവകലാശാലകൾ മൊത്തത്തിൽ. അല്ല, അവിടെ അത് മരവിച്ചു കഴിഞ്ഞു എന്ന ഒരു ലഘുവായ വാചകത്തിലൂടെ മാറ്റി നിർത്തേണ്ടതാണോ ആ സമീപനത്തെ? അരുൺകുമാർ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയല്ലേ അപഹസിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ നടപടിക്രമങ്ങളെയല്ലേ അപഹസിക്കുന്നത്? അത് ആ നിലയിൽ തന്നെ വിമർശിക്കപ്പെടണം. 2, ഇത് താങ്കൾ പറയുന്ന പോലെ പഴയ ചട്ടമാണ്, പഴയ നിയമമാണെങ്കിൽ അതിലെന്താണ് സമീപനത്തിന്റെ പ്രശ്നം? നിങ്ങൾ നോക്കൂ, ഈ ചാൻസലർ നിയമിക്കപ്പെടുന്നത് എങ്ങനെയാ? ഗവർണർ ചാൻസലറായിട്ട് വരുന്നത് ഗവർണർ ആയതുകൊണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതല്ലോ. കേരള നിയമസഭ പാസാക്കി ഇതുപോലെ അന്നത്തെ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ അയച്ച, അല്ലെങ്കിൽ ഗവർണർ തന്നെ അസെന്റ് ചെയ്തിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ള നിയമത്തിന്റെ യൂണിവേഴ്സിറ്റി ആക്ടുകളുടെയും സ്റ്റാറ്റ്യൂട്ടുകളുടെയും ഭാഗമായിട്ടാണ് ഗവർണർ. ശരിയാണ് VP മുസ്തഫ. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. നിലവിൽ VC നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഭേദഗതി വരുത്താനുള്ള നിങ്ങളുടെ നീക്കം പ്രസിഡന്റ് റദ്ദ് ചെയ്തു. ഇനി നമ്മുടെ മുൻപിലുള്ളത് നിലവിലിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ 3 പേർ, കേരള സർവകലാശാലയുടെ കാര്യത്തിലടക്കം. അതിൽ UGC പ്രതിനിധിയായി കഴിഞ്ഞു, ഗവർണറുടെ പ്രതിനിധിയായി. ഗവർണർ കാത്തിരിക്കുന്നത് ഇനി സർവകലാശാലയുടെ സെനറ്റിന്റെ പ്രതിനിധിയെ വേണം. പക്ഷേ നിങ്ങൾ സെനറ്റ് പ്രതിനിധിയെ അയക്കുന്നില്ല. അതാണ് ഇക്കാലങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാറ്റ് ആൻഡ് മൗസ് ഗെയിം. അതിനി തുടർന്നാൽ ആർക്കാണ് നഷ്ടം മുസ്തഫ? ഇതെങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? അല്ലെ, രാഷ്ട്രീയ കളിയായിട്ട് തന്നെ കാണണം. എന്താണ് ഈ ഗവർണറുടെ നീക്കം? ഈ ഗവർണറുടെ നീക്കം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ 2018 UGC റെഗുലേഷന് ഘടകവിരുദ്ധമായൊരു നീക്കമല്ലേ ഈ ഗവർണർ നടത്തിയിരിക്കുന്നത്? 2018 UGC റെഗുലേഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഈ സെലക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും ഈ സർവകലാശാലയുടെയോ കോളേജിൻ്റെയോ പ്രതിനിധിയാകാൻ പാടില്ല. അങ്ങനെ ചട്ടം നിഷ്കർഷിച്ചിരിക്കെ ആ ചട്ടത്തിന് വിരുദ്ധമായി ഒരു സെലക്ഷൻ കമ്മിറ്റിയെ കൊണ്ടുവരാൻ ഗവർണർക്ക് എന്ത് അധികാരം, ചാൻസലർക്ക് എന്ത് അധികാരം? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതികളുമെല്ലാം എത്രയോ ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളുടെ VCമാരെ നിയമിക്കുന്നതിൽ ഇടപെടാൻ പോലും കഴിയില്ല എന്ന് കോടതികൾ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സെനറ്റിന്റെ പ്രതിനിധി, സർവകലാശാലയുടെ പ്രതിനിധി, ആ സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് വെക്കാം. താങ്കൾ ആദ്യം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. കണ്ണൂർ VC നിയമനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധിയിൽ അത് വളരെ കൃത്യമായി താങ്കൾ പറഞ്ഞതുപോലെ പറയുന്നു. VC നിയമന കാര്യത്തിൽ ചാൻസലർക്കാണ് അധികാരം.
പക്ഷേ എങ്ങനെയാണ് അധികാരം ഉപയോഗിക്കുക? ആ സെലക്ഷൻ കമ്മിറ്റി നിയോഗിക്കുന്ന പാനലിൽ നിന്ന്, നിശ്ചയിക്കുന്ന പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അതിനാണ് അധികാരം. ആ സെലക്ഷൻ കമ്മിറ്റിയെ തീരുമാനിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഒന്നെന്താ? ആ സെലക്ഷൻ കമ്മിറ്റി അഥവാ ഇപ്പോൾ ഗവർണർ രൂപീകരിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഈ പറയുന്ന സർവകലാശാലയുടെ പ്രതിനിധി ഉണ്ടാവരുത്. മനസ്സിലായില്ല അരുൺ എന്താ ഉദ്ദേശിച്ചത്? അതാണ് വാദം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. 2018 UGC റെഗുലേഷൻ പ്രകാരം ഈ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ ആ സെർച്ച് കമ്മിറ്റിയിൽ ഈ സർവകലാശാലകളുടെ പ്രതിനിധി ഉൾപ്പെട്ടാൽ അത് റെഗുലേഷന് വിരുദ്ധമാവും. റെഗുലേഷന് വിരുദ്ധമായതുകൊണ്ടാണല്ലോ കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ റദ്ദ് ചെയ്തത്. റെഗുലേഷന് വിരുദ്ധമായതുകൊണ്ടാണല്ലോ രാജശ്രീയെ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ റെഗുലേഷന് വിരുദ്ധമാകാൻ സാധ്യതയുള്ള ഒരു സെർച്ച് കമ്മിറ്റിയെ എങ്ങനെയാണ് ഗവർണർക്ക് നിശ്ചയിക്കാൻ കഴിയുക? ഇതാണ് എൻ്റെ ചോദ്യം. സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, അതിന്റെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള ആൾ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലക്ക് വന്നിട്ടുള്ളയാൾ, അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളയാൾ ടെക്നിക്കൽ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന് സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. സർവകലാശാലകളുടെ ചട്ടമനുസരിച്ച്, അതല്ലെങ്കിൽ ഗവർണർ വിസിമാരെ നിയമിക്കുന്നതിന്റെ ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റി കൂടുന്ന സമയത്തോ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുന്ന സമയത്തോ അതിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കാനുള്ള അവകാശം പോലും ഗവർണറിൽ മാത്രം നിക്ഷിപ്തമാണ്. അതിൽ പ്രതിനിധികളെ അയക്കാനുള്ള അവകാശം സർവകലാശാലക്കുണ്ട്. അങ്ങനെയുള്ള ആളെ ഞാനത് വായിക്കാം. The members of the above search committee shall be persons of eminence in the sphere of higher education and shall not be connected in any manner with the university concerned or its colleges. പിന്നീട് ഈ ഗവർണർ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? അതങ്ങനെയല്ല. അത് സെർച്ച് കമ്മിറ്റിയെ ആ സ്ഥലത്ത് നിന്ന് വെക്കരുത് എന്ന്, കമ്മിറ്റിയിൽ അംഗത്തെ ആ സ്ഥലത്ത് നിന്ന് വെക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവിടുത്തെ സെനറ്റിന് അവർ നിശ്ചയിക്കുന്നയാളെ തീരുമാനിക്കുന്നത് തെറ്റില്ലല്ലോ. അത് അതിനെക്കുറിച്ചല്ലല്ലോ അത് പറയുന്നത്. ആ വിഷയം അതിനെക്കുറിച്ചല്ല പറയുന്നത്. അരുൺ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ ഒരു അംഗത്തെ തീരുമാനിക്കാൻ അങ്ങനെയല്ല. നോക്കൂ, the members of the above search committee shall not be connected in any manner with the university concerned. ഇതാണ് ചട്ടം, ഇതാണ് പ്രശ്നം, ഇതാണ് ഇതിന്റെ കാതലായ നിയമപ്രശ്നം. അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ആ സംവിധാനത്തെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ സർക്കാർ ഇങ്ങനെ ഗവർണറുടെ കെണിയിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഇന്നിപ്പോൾ ബിന്ദു പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലക്ക്, മന്ത്രിസഭയുടെ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയോ സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വരികയോ ചെയ്താൽ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലയ്ക്ക് ചട്ടം മാറ്റിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണോ? UGC ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമല്ലേ നടക്കാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് അത് അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ടാണല്ലോ ഗവർണർ പ്രസിഡന്റിന് അസന്റിന് വേണ്ടി വിട്ടത്. അത് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും മുൻകാലഘട്ടങ്ങളിലെ UGC ചട്ടങ്ങൾക്കും സർവകലാശാല ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ ആ തരത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ വേണ്ടി കഴിയൂ. ആ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ സർവകലാശാല പ്രതിനിധിയെ അവർക്ക് നിർദ്ദേശിക്കാം, അതിൽ തെറ്റില്ല. അങ്ങനെ നിർദ്ദേശിക്കാനുള്ള അവസരത്തെ അവർ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്തതിന്റെ കാരണം അവർ പറയുന്നത് റദ്ദാക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു നിയമത്തിന്റെ വ്യവസ്ഥ ഞങ്ങൾ വീണ്ടും അംഗീകരിക്കണമെന്നാണ്. ഇതിന്റെ പേരാണ് ചുവപ്പ് കണ്ണട എന്നുള്ളത്. ആ ചുവപ്പ് കണ്ണട ഒന്നുകിൽ ചുവപ്പ് കണ്ണടയായിട്ട് തന്നെ വെക്കാം, അതല്ലെങ്കിൽ അത് കറുപ്പാക്കി മാറ്റാം. അത്രയേ കാണാൻ സാധിക്കൂ. ആ ചുവപ്പിൽ നിന്ന് കറുപ്പിലേക്കുള്ള ദൂരമല്ല. ഈ ഗവർണറും ചക്കളത്തി പോരാട്ടം കൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇതിൽ ഏതു പക്ഷത്താണ് നിൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് സർവകലാശാല നിയമ ഭേദഗതിയിലടക്കം പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ നിയമസഭ എന്നതാണ്. അപ്പോൾ ജിൻഡോ ജോൺ, സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടുണ്ടോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ? അല്ല അരുൺ, ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ ഗവർണറോടൊപ്പം സർക്കാരിനോടൊപ്പമല്ല. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതീക്ഷയോടെ കാണുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബങ്ങളോടൊപ്പമാണ്. ഇവിടെ സർക്കാരിൻ്റെയും ഗവർണറുടെയും ചക്കളത്തി പോരാട്ടം കൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഭാവി തുലാസിലാക്കപ്പെടുന്ന ഈ കുട്ടികളുടെ കാര്യത്തിലാണ്. ഇവിടെ സർക്കാരും ഗവർണറും തമ്മിലും കൊടുക്കൽ വാങ്ങലുകൾ നടന്ന കാലഘട്ടത്തിലൊന്നും ഒരു തർക്കവും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല. എന്നൊക്കെ LDF സർക്കാർ, പിണറായി സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിലെത്തുന്നോ അപ്പോഴൊക്കെ കൃത്യമായിട്ട് ഗവർണറുടെ ഇടപെടലുകളുമായിട്ട്
രംഗത്ത് വരും, അത് മാധ്യമ ശ്രദ്ധയാകും, മറ്റു വാർത്തകളൊക്കെ അവിടെ നിന്ന് അതിന്റെ ഇതെല്ലാം കുറഞ്ഞ് ഈ ഗവർണർ സർക്കാർ പോര് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടും. ഇവിടെ LDF സർക്കാരിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. CPM-ന്റെ കണ്ണൂർ ലോബിയെ ബാധിക്കുന്ന മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ കുറ്റവാളികളെ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുന്ന സമയത്താണ് ഗവർണർ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോൾ വലിയ പോരാട്ടമാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹരി എസ് കർത്ത എന്ന് പറഞ്ഞ RSSകാരനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു തർക്കവും സർക്കാരിനുണ്ടായിരുന്നില്ല. അന്ന് ഹരി എസ് കർത്തയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, രാഷ്ട്രീയ ചായ്വുള്ള ആളുകളെ അങ്ങനെ ഗവർണറുടെ സ്റ്റാഫിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കത്തെഴുതി വെച്ച പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിനെ ബലി കൊടുത്തുകൊണ്ടാണ് അന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചത്. ഇവിടെ ബെഞ്ച് ഓഫ് തോട്ട്സ് ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VC ആയിട്ട് നിയമിക്കുന്നതിൽ ഗവർണറും സർക്കാരും തമ്മിൽ തർക്കമുണ്ടായില്ല. പിണറായി വിജയന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു VCയെ വീണ്ടും പുനർനിയമനം നടത്തിയപ്പോൾ ഗവർണർ അത് ചെയ്തു കൊടുത്തു. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ചെയ്തു കൊടുത്തു എന്നാണ് പിന്നീട് ഗവർണർ പറയുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു കൊടുത്തെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അതിനുശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് അവിടെ പഠിപ്പിക്കാൻ വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ LDFന്റെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ പോരാട്ടം ഇങ്ങനെ തന്നെ തുടരുമെന്ന്. ഈ ഗവർണർ വന്നതിന് ശേഷം ഗുണപരമായ മാറ്റത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സേവനങ്ങളൊക്കെ ഗവർണർക്ക് ചെയ്തു കൊടുത്തത്? ഗവർണറുടെ രാജ്ഭവനിലെ താൽക്കാലിക ഫോട്ടോഗ്രാഫറെ നിങ്ങൾ സ്ഥിര നിയമനം നടത്തി കൊടുത്തു മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷം. അപ്പോൾ ഇവിടെ നഷ്ടം വരുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവരുടെ നിലവാരത്തിനനുസരിച്ച് സംസാരിക്കുമ്പോൾ ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ കേരളത്തിലെ 10ഓളം യൂണിവേഴ്സിറ്റിയിൽ VCമാരില്ല. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സ് ഒപ്പിടുന്നതടക്കം അവിടുത്തെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതിനോ ഇടപെടാനും വേണ്ടിയിട്ടുള്ള വൈസ് ചാൻസലർമാരില്ല. 10-65 കോളേജിൽ, ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കേരളത്തിലെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കുമൊക്കെ പരസ്പരം പോരടിച്ച് മാധ്യമ ശ്രദ്ധയിൽ വന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്നതിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു അഭിപ്രായവുമില്ല. ആ വിഷയത്തെക്കുറിച്ചാണ് ഇവർ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് VPP മുസ്തഫ. നോക്കൂ, ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഈ ഗവർണർക്ക് തുടക്കകാലത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഹസ്തദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഇപ്പോൾ ഗവർണർ തങ്ങൾക്ക് ഇഷ്ടപ്രകാരം നീങ്ങാത്ത ഘട്ടത്തിൽ മാത്രം ഒരു എതിർപ്പാളയത്തിലേക്ക് നീക്കി നിർത്തുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിരം VCമാരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അലംഭാവം കാട്ടുകയും ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ കുളമാക്കിയിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അവിടെ ഇനി അവർ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഈ ഗവർണർ ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത് തുടക്കം മുതലേ അറിയാൻ പാടില്ലേ? അപ്പോൾ ഗവർണർക്ക് പരവതാനി വിരിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഗവർണറുമായിട്ടുള്ള പോരാട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ ബലി കഴിക്കരുതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. VPP മുസ്തഫ. ഗവർണർക്കും രാജ്ഭവനും നടന്നു പോകാനുള്ള ചെലവുകൾ നൽകേണ്ടത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരാണ് ഗവർണറെ നിയമിക്കുന്നതെങ്കിലും അത് നമ്മുടെ ഫെഡറൽ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനാപരമായ ബാധ്യതകളുടെ അടിസ്ഥാനത്തിൽ അത് നൽകിയേ പറ്റൂ. ഈ സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ് ആ ഗവർണർ ഈ സർക്കാരിന് തന്നെ പാരവെക്കുന്ന, സർക്കാരിന് മാത്രമല്ല ഈ കേരളത്തിന്റെ വികസനത്തിന് തന്നെ മുടക്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വക്താവായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹം പെരുമാറുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്യേണ്ട ആളുകളല്ല, അത് പാലിക്കണം. അതാണ് അതിനകത്തുള്ളത്. ഈ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ രാജ്ഭവനിലേത് പറഞ്ഞത് സംബന്ധിച്ച് അതാണുള്ളത്. ആ പരവതാനി വിരിച്ചു കൊടുക്കേണ്ടത് ഫെഡറൽ തത്വങ്ങളുടെ ഭാഗമാണ്. അത് ചെയ്തു കൊടുക്കണം. 2, ഈ ചക്കളത്തി പോരാട്ടം ഞങ്ങളുടേതല്ല, അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ആ ചൂണ്ടയിൽ ഞങ്ങൾ കൊത്താതിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ. ലളിതമായി ചോദിക്കട്ടെ VPP മുസ്തഫ, ഇപ്പോൾ ഗവർണർ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിലവിലുള്ള നിയമപ്രകാരം സർവകലാശാലയുടെ സെനറ്റ് പ്രതിനിധി അയച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? 2 മിനിറ്റ് താങ്കളൊന്ന് കേൾക്കണം. താങ്കൾക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയാമല്ലോ. താങ്കൾ അക്കാഡമിക് രംഗത്ത് കൂടി ഉണ്ടായിരുന്ന ഒരാൾ, അവിടെ നിന്ന് മാധ്യമ രംഗത്തേക്ക് വന്ന ഒരാളാണല്ലോ. ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മോഡി സർക്കാർ വന്നതിന് ശേഷമുള്ള അവസ്ഥ എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. ഇപ്പൊ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങേയറ്റം അപകടകരമാക്കിയ പരീക്ഷാ തട്ടിപ്പുകളുടെ വിവരം താങ്കളുടെ മുമ്പിലുണ്ടല്ലോ. ഈ പരീക്ഷാ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അത് ഈ തട്ടിപ്പ് നടക്കുമ്പോൾ തലപ്പത്തിരുന്നയാളാരാ? മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നുള്ള ഒരു സാധാരണ കോളേജ് അധ്യാപകൻ. അദ്ദേഹം അവിടെ ആദ്യം മധ്യപ്രദേശിലെ PSC ചെയർമാനാകുന്നു. ഒരൊറ്റ യോഗ്യതയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അക്കാഡമിക് മികവല്ല, അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അല്ല, RSSകാരനാണ് എന്നുള്ളത്. അവിടെ BJP സർക്കാർ PSC ചെയർമാനായിട്ട് മധ്യപ്രദേശിൽ അദ്ദേഹത്തെ വെച്ചപ്പോഴാണ് വ്യാപം അഴിമതി, അവിടുത്തെ പരീക്ഷാ തട്ടിപ്പുകൾ നടന്നത്. ആ ക്രെഡിറ്റ് വെച്ചിട്ടാണ് അദ്ദേഹത്തെ UPSC ചെയർമാനാക്കിയത്.
UPSCയെ കുളമാക്കി. അവിടെ നിന്നാണ് അദ്ദേഹത്തെ NTA കൊണ്ടുവന്നത്. അത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിവെച്ച വിനാശകരമായ അവസ്ഥയാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അതിന്റെ പേരിലാണ് സമരത്തിലും രക്ഷിതാക്കൾ ആശങ്കയിലും ഉള്ളത്. അപ്പോഴാണ് VC വീണ്ടും ഇത് പുറത്തെടുക്കുന്നത്. അത് അങ്ങനെ തിരിച്ചറിയാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിയാതെന്നില്ല എന്ന് അദ്ദേഹം വീണ്ടും ഈ അതിസങ്കുചിതമായ പിണറായി വിരുദ്ധതയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നീറ്റിൽ ഉൾപ്പെടെയുള്ള ഈ പരീക്ഷാ തട്ടിപ്പുകൾ കേന്ദ്ര സർക്കാരിനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ കാവ്യവൽക്കരണം, അഴിമതി, തട്ടിപ്പുകൾ പുറത്തു വന്നതിനെ മറച്ചുവെക്കാൻ പി മുസ്തഫ പറഞ്ഞു നിർത്തുന്നത് സെനറ്റിലെ പ്രതിനിധികളെ നിശ്ചയിച്ചതുപോലെ എങ്ങനെയാണോ വ്യാപമഴിമതി ഉണ്ടായത് എന്നതുപോലെ NT എങ്ങനെയാണോ കുളമാക്കിയത് എന്നതുപോലെ കേരളത്തിലെ സർവകലാശാലകളെയും കുളമാക്കാൻ വേണ്ടിയാണ് ഈ ഗവർണറുടെ നേതൃത്വത്തിൽ ഈ പുറപ്പാട് നടക്കുന്നത് എന്നല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നതാണ്. പക്ഷെ ആ ചൂണ്ടയിൽ ഞങ്ങൾ കൊത്തുന്നില്ല, സംസ്ഥാന സർക്കാർ കൊടുത്തുന്നില്ല. എന്തുകൊണ്ടാ? അതുകൊണ്ടുണ്ടായ ഗുണം എന്താ? നിങ്ങൾ നോക്കൂ, ഈ കാലയളവിലാണ്, ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിലാണ് കേരളത്തിലെ 2 സർവകലാശാലകൾ നാക്കിന്റെ അക്രഡിറ്റേഷനിൽ A++ എത്തിയത്. കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും, അതുപോലെ കാലിക്കറ്റും കുസാറ്റും കാലടിയും 3 സർവകലാശാലകൾ A+ ഗ്രേഡിലേക്ക് എത്തി. നാക് അക്രഡിറ്റേഷൻ അതാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാര മേഖല നിശ്ചയിക്കുന്നത്. കേരളത്തിലെ ഏജൻസി നിശ്ചയിക്കുന്നതാണ് ആ അക്രഡിറ്റേഷൻ. ആ അക്രഡിറ്റേഷനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ അക്രഡിറ്റേഷനെ നിശ്ചയിക്കുന്ന കേന്ദ്ര ഏജൻസിയിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണമല്ലോ. അല്ല, അതെ, കേന്ദ്ര ഏജൻസി നിശ്ചയിക്കുന്ന ആ ഏജൻസിക്ക് പോലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളുടെ ഈ സർക്കാരിന്റെ കാലത്തെ ഗുണനിലവാരത്തെ അവഗണിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ആർഗ്യുമെന്റാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് മറുപടി വേണം. 145 NDAയുടെ തലപ്പത്തിരുന്ന പ്രദീപ് കുമാർ ഒരു നിമിഷം കൂടി ചുരുക്കിക്കോളൂ. എനിക്ക് കൃഷ്ണദാസിലേക്ക് പോകണം. താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിന് എനിക്ക് മറുപടി എടുക്കണം പി കൃഷ്ണദാസിൽ നിന്ന്. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇവിടെ VP മുസ്തഫ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, സർവം കുളമാക്കി. നീറ്റ് ചോർച്ച, UGC പേപ്പറിന്റെ ചോർച്ച, CSIR പേപ്പറിന്റെ ചോർച്ച, ഗുജറാത്തിലെ PSC പരീക്ഷയുടെ ചോർച്ച, മധ്യപ്രദേശിലെ വ്യാപമഴിമതി, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്ന RSS കുടുംബത്തിൽ നിന്നൊരാളെ സർവകലാശാലയുടെ തലപ്പത്ത് കൊണ്ടിരുത്താനുള്ള നീക്കം കേരളം പൊറുക്കണമോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആരാണ് പേപ്പർ ചോർത്തിയത്, ആരാണ് അതിന്റെ കുറ്റവാളികൾ, അതെല്ലാം കേസെടുത്ത് CBI കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പ്രതികൾ അറസ്റ്റിലായിരിക്കുകയല്ലേ. ശ്രീ മുസ്തഫയെ പോലുള്ള ആളുകൾ കേരളത്തിലെ PSCയിൽ പരീക്ഷ എഴുതിയപ്പോൾ 0 മാർക്ക് കിട്ടിയ ആളുകൾ 1ാം റാങ്കിൽ വന്നതിനെ കുറിച്ച് എന്താ പറയാത്തത്? സർവകലാശാലയുടെ നിലവാരം ഉയർത്തി, അത് അക്രഡിറ്റ് ചെയ്യപ്പെട്ടു. ആരെ അക്രഡിറ്റ് ചെയ്ത്? ശ്രീ അരുൺ ചോദിച്ചതുപോലെ ദേശീയ ഏജൻസികൾ VP മുസ്തഫ, അങ്ങനെ ഒരു അറിവ് താങ്കൾക്കുണ്ടോ? PSC പരീക്ഷയിൽ 0 കിട്ടിയിട്ട് 1ാം റാങ്കിൽ വന്ന ആരെങ്കിലും? യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അരുണൻ അറിയില്ലേ? PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വന്ന ആളുകൾക്ക് പിന്നീട് നടത്തിയ പരീക്ഷയിൽ 0 കിട്ടിയതിനെ കുറിച്ച് അരുൺ അറിയില്ലേ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ലല്ല, അരുൺ അറിയാത്തതാണോ? അല്ല, ഞാൻ PSC എന്നാണ് ധരിച്ചത്. താങ്കൾക്ക് തുടരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഫിസിക്സ് പരീക്ഷയിൽ 1 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 720 മാർക്ക് കിട്ടിയ ചരിത്രമുണ്ട്. അല്ല, ചരിത്രം അവിടെ നിൽക്കട്ടെന്ന് ശ്രീ VP മുസ്തഫ പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകൾ BJP ആണോ ഭരിക്കുന്നത്? BJPക്കാണോ ഭൂരിപക്ഷം? ഇതേ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള സർവകലാശാലകളുടെ സെനറ്റിൽ നിന്ന് അവരുടെ പ്രതിനിധിയെ കൊടുക്കാനല്ലേ പറയുന്നത്, ഞങ്ങളുടെ പ്രതിനിധിയെ കൊടുക്കാനല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിശ്ചയിച്ചൂടെ ആൾക്കാരെ? BJP ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് നിശ്ചയിച്ചൂടെ? അതല്ലല്ലോ പറഞ്ഞത്. ഗവർണർ ആവശ്യപ്പെടുന്നത് ഭരണഘടനാപരമായി സർവകലാശാലകളുടെ ചട്ടങ്ങൾക്കനുസൃതമായി സർവകലാശാലകൾ കൊടുക്കേണ്ട പ്രതിനിധിയെ കൊടുക്കണമെന്നാണ്. ഏതെങ്കിലും ഒരാളെ കൊടുക്കണമെന്നല്ല. ശ്രീ മുസ്തഫ മനസ്സിലാക്കേണ്ടതല്ലേ? ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ ആരെങ്കിലും കൊടുക്കാനല്ലല്ലോ ആവശ്യപ്പെട്ടത്. സർവകലാശാലയുടെ പ്രതിനിധിയെ നിങ്ങൾ നിശ്ചയിക്കുന്ന ആളെ, നിങ്ങൾക്ക് കഴിവുള്ളയാളെന്ന് തോന്നുന്നയാളെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കഴിവുള്ള ആളുകളായി കാണുന്നത് ഞങ്ങളുടെ ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റം പറയാൻ കഴിയുമോ? നിങ്ങൾ കാണുന്നത് കാവ്യവൽക്കരിക്കാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും പ്രതിനിധികളെ സെനറ്റ് കൊടുക്കുമ്പോൾ അതെല്ലാം BJPക്കാരായി മാറും, അതെല്ലാം RSSകാരായി മാറും എന്നുള്ളത് ഞങ്ങളാണെന്നാണോ? വളരെ പെട്ടെന്ന് മറുപടി. അല്ല, താങ്കള് കൃഷ്ണദാസ്,
ഗവർണർ ഇന്നലെ ഇറക്കിയിട്ടുള്ള 6 ഉത്തരവുകളും വായിക്കൂ. ആ ഉത്തരവുകളിൽ എവിടെയും ഈ സെനറ്റ് പ്രതിനിധിയെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ഉത്തരവിൽ എവിടെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അധികാരം അദ്ദേഹം കോട്ട് ചെയ്യുന്നത് UGC റെഗുലേഷനിലെ 2018 UGC റെഗുലേഷനിലെ സെക്ഷൻ 7.3, അതുപോലെ 2022 ഹൈക്കോടതി ഉത്തരവ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അദ്ദേഹം ഇന്നലെ പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി സെക്ഷൻ 10ഉം സെക്ഷൻ 11ഉം ഒക്കെയാണ് VC അത് പറയാതെ ഇറക്കിയ നോട്ടിഫിക്കേഷൻ എവിടെയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രമിക്കുന്നത് എന്താ? ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളെ അവഗണിച്ചുകൊണ്ട്, കേരളത്തിലെ സംവിധാനങ്ങളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം മോശമായ നിലയിലേക്ക്. നിലവിലെ ഹൈക്കോടതി വിധി എന്താ? താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. താങ്കൾ എന്തെല്ലാം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അല്ല കൃഷ്ണദാസ്, ഞാൻ താങ്കളോട് പറയുന്നത് 2024 ജൂൺ 28 ഗവർണർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ദേവേന്ദ്ര കുമാർ ധോത്തവാത്ത് IAS പുറപ്പെടുവിച്ച ആ നോട്ടിഫിക്കേഷൻ താങ്കളൊന്ന് വായിക്കൂ. അതിൽ അദ്ദേഹം പറയുന്നത് പ്ലീസ് ടു അപ്പോയിന്റ് a committee consisting of the following members in accordance with കൃഷ്ണദാസേ, താങ്കളോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളുടെ സെക്ഷൻ പറയണ്ടേ? കാരണം എന്താ? നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ UGC റെഗുലേഷൻ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ സെനറ്റിന്റെ പ്രതിനിധിയെ ചോദിക്കേണ്ട കാര്യമില്ല. 2018 UGC റെഗുലേഷനിൽ എവിടെയും സെനറ്റിന്റെയോ സിൻഡിക്കേറ്റിന്റെയോ പ്രതിനിധിയെ ചോദിക്കുന്നില്ല. എന്ന് മാത്രമല്ല 2018 ഈ പറഞ്ഞ 7.3 ക്ലോസ് അനുസരിച്ചിട്ട് അത് ആംബിഗ്വിറ്റിയാണ്. ചാൻസലർ തന്നെ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പോലും അതിൽ പറയുന്നില്ല. അതില് നേരത്തെ അരുൺകുമാർ അതിവിടെ കോട്ട് ചെയ്ത് വായിച്ചു. അതിൽ പറയുന്നത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാകണം. എത്ര അംഗങ്ങൾ ഉണ്ടാകണമെന്ന് പോലും അതിൽ പറയുന്നില്ല. 3 ആള് എന്ന കമ്മിറ്റിയുടെ അംഗസംഖ്യ പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ടുകളിൽ VC നിയമനത്തെ കുറിച്ച് പറയുന്ന സെക്ഷനുകളിലാണ്. അതുപോലും ഉദ്ധരിക്കാതെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാ സെനറ്റിന്റെ പ്രതിനിധിയെ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ സിൻഡിക്കേറ്റിന്റെ പ്രതിനിധിയെ കാത്തിരിക്കുന്നത്? എന്ന് മാത്രമല്ല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കുസാറ്റിന്റെ ഒക്കെ സെർച്ച് കമ്മിറ്റിയിൽ സെനറ്റിന്റെയോ സിൻഡിക്കേറ്റിന്റെയോ മാത്രമല്ല സർക്കാരിന്റെ തന്നെ പ്രതിനിധിയെയും പറയുന്നുണ്ട് ആ സെക്ഷനിൽ. അതുകൂടി നിങ്ങൾ നോക്കൂ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ്. അദ്ദേഹം ബോധപൂർവം അതേ കാര്യമാണ്. ഈ ഗവർണർ പുറത്തിറക്കിയിരിക്കുന്നത് 2018 UGC റെഗുലേഷൻ പ്രകാരമാണോ അതല്ല നിലവിലിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിയമപ്രകാരമാണോ? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ലളിതമാണ് ചോദ്യം. അരുൺ, ബഹുമാനപ്പെട്ട ചാൻസലർ എന്നുള്ള നിലക്കുള്ള ഗവർണറുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം നിലവിലെ സുപ്രീം കോടതി വിധിയുടെയും കേരളത്തിലെ സർവകലാശാലകൾ എടുത്തിട്ടുള്ള ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ അത് ചട്ടം കോട്ട് ചെയ്യുകയോ കോട്ട് ചെയ്യാതിരിക്കുകയോ അദ്ദേഹത്തിന്റെ ഉത്തരവിറക്കുന്ന രീതിക്കനുസരിച്ചോ അദ്ദേഹം ഉത്തരവിറക്കുന്ന ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവർക്കുണ്ടല്ലോ. എത്രയോ തവണ ചോദ്യം ചെയ്തു. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തവണ കോടതി കയറി കേരളത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഈ തരത്തിൽ ഇത്രയധികം വിവാദമുണ്ടാക്കി, തർക്കങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി കേരളത്തിലെ സർവകലാശാലകളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ VC-മാർ വേണ്ട? ചോദ്യമാണ് ജിൻഡോ. അല്ല അരുൺകുമാറെ, ഞാൻ ഇതിലൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ഗവർണറെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തെക്കാൾ അപ്പുറം ഈ കേരളത്തിലെ LDF സർക്കാരിന്റെ നയപരിപാടി എന്താ? നിങ്ങൾ പ്രതിനിധിയെ കൊടുത്താലും ഇല്ലെങ്കിലും കേരളത്തിലെ 10 യൂണിവേഴ്സിറ്റികൾ VC-മാർ വേണം. അതിന് സർക്കാരിന്റെ നിലപാട് എന്താ? ഗവർണറുമായിട്ടുള്ള ഫൈറ്റ് തീർന്നിട്ട് മതി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ VC എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത് ഗവർണർക്ക് പരവതാനി വിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഫെഡറൽ തത്വങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഹരി എസ് കർത്തയെ RSSകാരനെ ഗവർണറുടെ സ്റ്റാഫിൽ
സ്റ്റാഫിൽ നിയമിക്കുന്നത് ഫെഡറൽ തത്വങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടല്ല, ഗവർണറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പൊതുഭരണ സെക്രട്ടറിയെ മാറ്റി നിർത്തുന്നത് ഫെഡറൽ തത്വങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടല്ല, സർക്കാർ ഗവർണറുടെ മുമ്പിൽ മുട്ടിലഴിയുന്നതിന്റെ തെളിവാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷം നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ചോരുന്നു, പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗം തകരാറിലാകുന്നു, നാഷണൽ യൂണിവേഴ്സിറ്റികളെല്ലാം മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറയുന്നു. LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്നതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രിൻസിപ്പൽമാരുടെ നിയമനത്തിൽ ഇടപെടുന്നു, അനധികൃതമായിട്ട് ഇടപെടുന്നു. അതുപോലെ PSCയുടെ ചോദ്യപേപ്പർ ചോരുന്നു, PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നത് കോപ്പി അടിച്ചവനൊക്കെയാണ്. പിന്നെ അവർ കത്തിക്കുത്തിൽ കേസിൽ പ്രതിയാകുമ്പോഴാണ് അത് കേരളം പൊതുസമൂഹം അറിയുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ കേരളത്തിലെ പോലീസ് സേനയുടെ ഭാഗമായിരുന്നേനെ. അതുപോലെ നിങ്ങൾ പറയുന്നത് സംഘപരിവാർ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നുവെന്ന്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ വേണ്ടി RSSന്റെ ചിന്താധാര പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സംഘപരിവാർ നയങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളെ VC ആക്കി നിയമിച്ചപ്പോൾ RSSന്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളും സമ്മതിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ മോദിയുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളോടും ചോദിക്കും, ഞങ്ങൾ ആർഷോയുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിക്കും, ചിന്താ ജെറോമിന്റെ PhD തീസിസിനെ കുറിച്ച് ചോദിക്കും, നിഖിൽ തോമസിന്റെ ഡിഗ്രി ജയിക്കാതെ MCOMന് അഡ്മിഷൻ എടുത്തതിനെ കുറിച്ച് ചോദിക്കും, കാട്ടാക്കടയിലെ വൈശാഖ് UEC ആയി നിയമനം നേടാൻ ശ്രമിച്ചതിനെ കുറിച്ച് ചോദിക്കും. അതുപോലെ K വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അവർ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ജോലി നേടിയതിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടും ചോദിക്കും, ഗവർണറോടും ചോദിക്കും. ഗവർണറും സർക്കാരും തുല്യ ഉത്തരവാദികളാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ താറുമാറായതിന് കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നു. ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടിയുമായി VPP മുസ്തഫ, നേരത്തെ ജിൻഡു ചോദിച്ച ചോദ്യത്തിലെ മറുപടിക്കൊപ്പം രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാല പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് കോടതിയിൽ ചാൻസലർ കൂടിയ ഗവർണർ നിലപാടെടുത്താൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാലല്ല എടുക്കാതിരിക്കുന്നത്. കൃത്യമായിട്ടും നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാനതുകൊണ്ടാണ് നേരത്തെ ഈ നോട്ടിഫിക്കേഷനിലെ തന്നെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾ തന്നെ കോട്ട് ചെയ്ത 2018 UGC റെഗുലേഷൻ കോട്ട് ചെയ്തിട്ട് അതിലെ സെക്ഷൻ 7 കോട്ട് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്. എന്നിട്ട് അതിൽ ചില പോസ്റ്റുകൾ അവിടെ അവശേഷിപ്പിക്കുന്നു. അതിന് ആവശ്യപ്പെടുന്ന ഏതാ? സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളിലെ സെക്ഷനാണ്. എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് തന്നെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അദ്ദേഹം ഈ സങ്കുചിതമായ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിയമവും ചട്ടങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കണ്ടേ? അതുകൊണ്ടല്ലേ സെനറ്റുകളിൽ ABVP പ്രതിനിധികളെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ കേരള ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ടുള്ളത്? അത് റദ്ദാക്കിയല്ലോ. അങ്ങനെ എത്ര തവണ ഹൈക്കോടതികളിൽ നിന്ന് ഈ ഗവർണറുടെ നടപടി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശരിയെന്ന് വെച്ചുകൊണ്ട് കണ്ണൂരിലെ VC ഇറങ്ങിപ്പോകുന്നു നമ്മൾ കണ്ടു. ഗോപിനാഥ്, അല്ല നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. അവിടെയും എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ച് വിഷയം പറഞ്ഞോ? യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളിലെ ഏതെങ്കിലും ചട്ടം ലംഘിച്ചതായിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. സുപ്രീം കോടതി ഏതാ പറഞ്ഞത്? ഈ നിയമിച്ച ചാൻസലർ തന്നെ സ്വയം അഫിഡവിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ബാഹ്യ സമ്മർദ്ദം അത് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞ ഇദ്ദേഹം ഇന്ന് അവകാശപ്പെടുന്നത് അരുൺകുമാർ ഡ്യൂട്ടി എന്നാണല്ലോ. ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതുപോലെയല്ലല്ലോ. നിയമങ്ങളുടെ, ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ, ഇപ്പോൾ ഗവർണർ പറയുന്ന ആ ഡ്യൂട്ടി നേരത്തെ ഗവർണർ തന്നെ കണ്ണൂർ പറഞ്ഞോളൂ. തീർത്തോളൂ VPP മുസ്തഫ. കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ നിലവാരത്തിന്റെ കാര്യം അവര് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ സ്ഥാപനം ഞാൻ പറയാം. അത് യൂണിവേഴ്സിറ്റി കോളേജാണ് തിരുവനന്തപുരത്തെ. ആ യൂണിവേഴ്സിറ്റി കോളേജാണ് കേരളത്തിൽ നിന്ന് NAC അക്രഡിറ്റേഷനിൽ A++ നേടിയ ആദ്യത്തെ ഗവൺമെന്റ് കോളേജ്. അത് അവർക്ക് ഓർമ്മയുണ്ടാവണം. കേരള സർവകലാശാലയാണ് ഇവർ പലപ്പോഴും ഈ സേവ് എഡ്യൂക്കേഷൻ സമിതി രൂപീകരിച്ചിട്ട് ആക്ഷേപിക്കാറുള്ളത്. ആ കേരള സർവകലാശാലയാണ് കേരളത്തിൽ A++ NAC അക്രഡിറ്റേഷൻ നേടിയ ആദ്യത്തെ സ്ഥാപനം. MG യൂണിവേഴ്സിറ്റിയാണ് ഇവർ ഇപ്പോൾ കരുവാക്കാറുള്ളത്. ആ MG യൂണിവേഴ്സിറ്റി താങ്കളെ പോലെ തന്നെയുള്ള ടൈംസ് എന്ന് പറയുന്ന മീഡിയ ഗ്രൂപ്പിന്റെ റാങ്കിങ്ങിൽ, ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ സ്വകാര്യ സർവകലാശാലകളോട് മത്സരിച്ചുകൊണ്ട് NIRFന്റെ റാങ്കിങ് ആകെ 200 സ്ഥാപനം.
ആദ്യത്തെ 200 റാങ്കിങ്ങിൽ 42 ശരി. കോളേജുകൾ ശരി. കേരളത്തിൽ നിന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കേരളത്തിലെ സർവകലാശാലകൾ കാഴ്ചവെക്കുന്നതാണ്. ജില്ലയ്ക്ക് പറയുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാൻസലർ ഇപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത് ഏതു സമ്മർദ്ദപ്രകാരമായിരിക്കും? ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി ചെയ്തു എന്നല്ലല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ജില്ലയായ സ്ഥലത്ത് ഞാൻ പറയുന്ന ഒരാളെ വെച്ചാൽ അല്ല, അതാ ഞാൻ പറഞ്ഞത്. എന്റെ സ്വന്തം ജില്ലയായ സ്ഥലത്ത് ഞാൻ പറയുന്ന ഒരാളെ വച്ചു തരണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന അതെനിക്ക് തള്ളാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തുമാകട്ടെ, അങ്ങനെ ഒരു ബാഹ്യ സമ്മർദ്ദത്തിനോ ബാഹ്യ ഇടപെടലുകൾക്കോ ഗവർണർ വിധേയനാകാൻ പാടില്ലായിരുന്നു എന്നാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ സ്വതന്ത്രമായി സുതാര്യമായി ഒരു സംവിധാനത്തെ കൊണ്ടുവന്ന് ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ, നേരത്തെ ശ്രീ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സർവകലാശാലകൾ നാക് അക്രഡിറ്റേഷൻ മാത്രമല്ല മറ്റ് ഏത് തരത്തിലുള്ള പ്രാഗൽഭ്യത്തോടു കൂടിയും മുന്നോട്ട് വരാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളെ മാറ്റാൻ വിസിമാര് വേണ്ട എന്നാണോ? സിൻഡിക്കേറ്റിന് ഭരണം നടത്തിക്കൊണ്ടിരിക്കാമെന്നാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ പരീക്ഷയിൽ അരിയറുള്ള ABVP നേതാവിനെ സെനറ്റിലേക്ക് ഈ ഗവർണർ നിർദ്ദേശിച്ചത്? അരുൺ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവർണർ ആണെങ്കിലും ബഹുമാനപ്പെട്ട സർക്കാരുകളാണെങ്കിലും അതുപോലെ തന്നെ സർവകലാശാലകളാണെങ്കിലും അതാത് സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതിൽ കൃത്യമായ ഉത്തരവുകൾ വരുന്നുണ്ടല്ലോ. ആ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട കാലാനുസൃതമായി മാറ്റേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എടുക്കേണ്ട നടപടികൾ എടുത്തുകൊണ്ട് അത് കുറച്ചുകൂടി സുതാര്യമായി അതല്ലെങ്കിൽ കാര്യക്ഷമമായി അതിനെ കൃത്യമായി സർവകലാശാലയുടെ ഭരണത്തെ കൊണ്ടുപോകാൻ വേണ്ട സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഈ ഗവർണർ നടത്തുന്നത് എന്ന നിലപാട് നിങ്ങൾക്ക് തുറന്നെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ജിൻഡോ? അല്ല, ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ അരുൺ, ബഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തീരുമാനിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞു ഇത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു കൊടുക്കാണ് പിണറായി സർക്കാർ, ഗവർണർ നടത്തുന്ന മോദി നയങ്ങൾക്ക് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു കൊടുക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നു. VPP മുസ്തഫ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്താ പറയുന്നത്? മോദി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസികൾ നടത്തുന്ന റാങ്കിങ്ങിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വന്നു അത്രേ. അത് കേരളത്തിലെ 10 യൂണിവേഴ്സിറ്റികൾ VC-മാരില്ലാത്തതിനോട് മറുപടിയാണോ? 1065 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്തതിന് മറുപടിയാണോ? ഇവിടെ പരീക്ഷ SFI-ക്കാര് വീണ്ടും തുടർ നിയമനം കിട്ടുന്നത്, അഡ്മിഷൻ കിട്ടുന്നതിനുള്ള മറുപടിയാണോ? വ്യാജ PhD തീസിസ് ഉണ്ടാക്കുന്നതിന് മറുപടിയാണോ? പരീക്ഷയിൽ അരിയറുള്ള ABVP-ക്കാരെ ഗവർണർ തിരികെ കയറ്റുന്നതിനുള്ള മറുപടിയാണോ? ഇവിടെ SFI-ക്കാർക്ക് വേണ്ടിയിട്ടും ABVP-ക്കാർക്ക് വേണ്ടിയിട്ടും ഗവർണറും CPM-ന്റെ സർക്കാരും ഞങ്ങൾ നയിക്കുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഗവർണറും തുല്യ ഉത്തരവാദികളാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. കോടതി കയറുമോ എന്നതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ജിൻഡോ ജോൺ, VPP മുസ്തഫ, ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. വീണ്ടും ചാൻസലറായ ഗവർണർക്കെതിരെ കോടതി കയറുമോ? ചോദ്യം ഇതാണ്. നീക്കം കാവ്യ അണിയിക്കാനും